ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വാതിലുകൾ തുറന്നിട്ട ശേഷമാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകം വിട്ട് സ്വർഗത്തിലേക്ക് യാത്രയാകുന്നത്. സമൂഹത്തിൽ ഉണ്ടാകേണ്ട മാറ്റത്തിൻ്റെ വിത്ത് വിതറിയ വ്യക്തിയാണ് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ്. 12 വർഷങ്ങൾ കൊണ്ട് ലോകത്തെ തന്നെ കീഴടക്കി, ലോകമനസാക്ഷിയെ കീഴടക്കി എന്ന് നമുക്ക് പറയാം. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്തിൽ ദൈവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് പിതാവ്. ദൈവം നമുക്ക് നൽകിയ അമൂല്യമായ നിധിയായിരുന്നു, വിലയേറിയ രത്നമായിരുന്നു പരിശുദ്ധ പിതാവ്. പിതാവ് ലോകത്തെ പഠിപ്പിച്ചത് പ്രധാനമായിട്ടും 4 പ്രബോധനങ്ങൾ വഴിയാണ്. ഫ്രatelli tutti, എല്ലാവരും സഹോദരങ്ങൾ; ലൗദാത്തോ സി, അങ്ങേക്ക് സ്തുതിയായിരിക്കട്ടെ; ദിലെക്സിത് നോസ്, അവൻ നമ്മളെ സ്നേഹിച്ചു; അതുപോലെ തന്നെ ലുമൻ ഫിദെയി. ഈ 4 ചാക്രിക ലേഖനങ്ങൾ വഴിയാണ് പരിശുദ്ധ പിതാവ് പ്രധാനപ്പെട്ട പ്രബോധനങ്ങളെല്ലാം നൽകിയത്. സാമൂഹികവും പാരിസ്ഥിതികവുമായ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പാപ്പ നടത്തിയ പരിശ്രമങ്ങൾ മഹത്തരമാണ്. ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനത്തിലൂടെയും ലൗദാത്തെ ദേവും എന്ന അപ്പസ്തോലിക ലേഖനത്തിലൂടെയും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശ്രദ്ധയോടെ പാപ്പ ലോകത്തിൻ്റെ മുമ്പിൽ തുറന്ന് വയ്ക്കുകയായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം എന്നിവയെപ്പറ്റിയുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുമ്പോൾ ഒരു സുസ്ഥിരമായ ജീവിതശൈലി ആവിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും പ്രകൃതിയുടെ മേലുള്ള കടന്നുകയറ്റം അവസാനിപ്പിക്കേണ്ടതിനെപ്പറ്റിയും പാപ്പ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ സംവാദം പ്രോത്സാഹിപ്പിക്കുവാൻ പാപ്പ നടത്തിയ പരിശ്രമങ്ങൾ ഏറെ ശ്ലാഘനീയമായിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, പാപ്പ തിരഞ്ഞെടുത്ത പേര് ഫ്രാൻസിസ്. ഞാൻ കരുതുന്നത് ഫ്രാൻസിസ് എന്നത് മാർപ്പാപ്പായ്ക്ക് കേവലം ഒരു പേരല്ലായിരുന്നു. പാപ്പ ജീവിക്കാൻ ആഗ്രഹിച്ച ക്രിസ്തീയ ജീവിത ശൈലിയായിരുന്നു. പ്രഘോഷിക്കാൻ ആഗ്രഹിച്ച സുവിശേഷമായിരുന്നു. പഠിപ്പിക്കാൻ ആഗ്രഹിച്ച മതബോധനമായിരുന്നു. സ്വർഗത്തിലേക്കുള്ള കവാടമായിരുന്നു. അങ്ങനെ ഫ്രാൻസിസ് എന്ന പേരിനെ അനശ്വരമാക്കിക്കൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുന്നത്. ഈ അവസാന നാളിൽ എഴുതിയ ചാക്രിക ലേഖനത്തിൽ അവൻ നമ്മെ സ്നേഹിച്ചു, ദിലെക്സിത് നോസ് എന്ന പ്രബോധനത്തിൽ പാപ്പ ഊന്നിപ്പറയുന്നത്, ഹൃദയം നഷ്ടപ്പെട്ട ലോകത്തിന് ഒരു ഹൃദയം കൊടുക്കാനായിട്ട് നമ്മളെല്ലാവരും പരിശ്രമിക്കണം. ഹൃദയമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ ഹൃദയപൂർവ്വം പെരുമാറാൻ അറിയാത്തവർക്ക് ഒരു ഹൃദയം കൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. അതിൽ പരിശുദ്ധ പിതാവ് വിശേഷിപ്പിച്ചിരിക്കുന്നത് 4 സുവിശേഷങ്ങളുടെയും സാര സംഗ്രഹമാണ് ഈശോയുടെ ഹൃദയം എന്നതാണ്. അതുപോലെ തന്നെ പ്രവാസികളായിട്ടുള്ള ആളുകളെക്കുറിച്ചും സാമ്പത്തികമായിട്ട് വളരെയേറെ പ്രയാസമനുഭവിക്കുന്ന വ്യക്തികളെക്കുറിച്ചുമെല്ലാം പരിശുദ്ധ പിതാവ് വലിയ കരുതലോടെയാണ് സംസാരിച്ചിട്ടുള്ളത്. സീറോ മലബാർ സഭയെ സംബന്ധിച്ച് പരിശുദ്ധ പിതാവ് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഈ സഭയുടെ വ്യക്തിത്വവും സ്വത്വവും പ്രേക്ഷിത ആഭിമുഖ്യങ്ങളും
നമ്മൾ കാത്ത് പരിപാലിച്ച് വളർത്തി സംരക്ഷിക്കണം എന്ന് നിരവധി അവസരങ്ങളിൽ പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവാരാധനയെക്കുറിച്ച് പൊതുവിൽ ദെസിദേറിയോ ദെസിദെറാവി എന്ന ലേഖനത്തിലൂടെ വളരെ ക്ലിപ്തമായ മാനദണ്ഡങ്ങൾ സാർവത്രിക സഭയ്ക്ക് നൽകി. ചുരുക്കത്തിൽ പാപ്പായുടെ ജീവിതവും കാഴ്ചപ്പാടുകളും ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പ്രചോദനമാണ്. പരിശുദ്ധ പിതാവിൻ്റെ എളിമയും സാമൂഹിക നീതിയിലുള്ള ഉറച്ച വിശ്വാസവും ലോകത്തിന് മാതൃകയാണ്. ദരിദ്രരോടുള്ള പാപ്പായുടെ പ്രത്യേക ശ്രദ്ധയും ഞാൻ സൂചിപ്പിച്ചതുപോലെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും പ്രവാസികളെക്കുറിച്ചുള്ള കരുതലും ലോക ശ്രദ്ധ നേടിയ കാര്യങ്ങളാണ്. ആഡംബര ജീവിതം ഒഴിവാക്കി സാധാരണക്കാരെ പോലെ ജീവിക്കുന്നതിൽ പാപ്പ കാണിച്ചു തന്ന മാതൃക പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, പ്രകൃതിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ, ജാതി മത വർഗ ചിന്തകൾക്കതീതമായി ഏവരെയും ഉൾക്കൊള്ളുവാനുള്ള ആഹ്വാനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് കൂടുതലായിട്ട് പഠിക്കുകയും ആ പഠനത്തിലൂടെ പാപ്പായെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും വേണം. പാപ്പ സ്വർഗത്തിലേക്കാണ് യാത്ര ചെയ്തിരിക്കുന്നത്. സ്വർഗത്തിൻ്റെ നിത്യതയിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യത്തിൽ വിശ്രമിച്ച് ശാന്തി അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും.